ഫൈനലി ഞങ്ങൾ റിസോർട്ടുള്ള സ്ഥലത്തെത്തി. പക്ഷെ ഇവിടുന്ന് വലിയ വണ്ടി കയറുന്നില്ല. വലിയ വണ്ടി കയറാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ഇറങ്ങി. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നടന്ന് കയറാനുണ്ട്. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ പോയി. ബസ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിന്നുകൊണ്ട് ഞങ്ങൾ ബസ് ആരംഭിച്ചോടെ നിന്ന്. പിന്നെ 2 ചെക്കന്മാർ വന്ന് അവർ ബസ്സാരെയും കൊണ്ട് താഴോട്ട് പോയിട്ടുണ്ട്. ബസ്സിന് ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ താഴെ ആനക്കമ്പയിൽ ടൗണിൽ പോയി നിർത്തിയിട്ട് അവർ ഇങ്ങോട്ട് ഓട്ടോയിൽ വരും. ഇപ്പോൾ സമയം 3:30 മണിയായി. ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് നോക്കുമ്പോൾ ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ല. ആ റിസോർട്ടിലെത്തിയിട്ട് കഴിക്കാൻ നേരിട്ട് തന്നതാണ്. പക്ഷേ ഇപ്പോൾ ഫുഡ് എത്തിയിട്ടില്ല, റിസോർട്ടിലെത്തിയിട്ടില്ല. ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ ലോങ്. എന്തോ ഓപ്പറ ബാഗിലുണ്ട്, എടുക്കണോ? ആ എടുക്കാം, ടൈം ഉണ്ടല്ലോ. നല്ല തണുപ്പുണ്ട് കേട്ടോ. സമയം 3:30 മണിയാണെങ്കിലും വെയിലൊന്നുമില്ല. നല്ല ചെറുതായിട്ട് തണുപ്പ് വരുന്നുണ്ട്. ഇവിടുന്ന് മലയൊക്കെ കാണുന്നുണ്ട്. നല്ല കോടമഞ്ഞുണ്ട് മലയുടെ മുകളിലൊക്കെ. വരുന്ന വഴി ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ബസ് ഹൈ ഗിയറിലിട്ടാണ് വന്നത്. അങ്ങനെയാണ് ഡ്രൈവർ പറഞ്ഞത്. എന്താ ഇപ്പോഴും കയറ്റാണ്, നല്ല കയറ്റം. എന്താ ഇപ്പുറത്തെ സൈഡിലെ ഈ ലാസ്റ്റ് ഉസ്തായില്ലേ, ഈ ലാസ്റ്റുള്ള അയാളെ കാലിൽ അട്ടക്കയർ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അത് ഈ റോഡിൽ നിന്ന്. അപ്പോൾ ഇനി അങ്ങോട്ട് പെരും അട്ടയുടെ കളിയായിരിക്കും. നടന്ന് വരുന്ന വഴിയിൽ നല്ലൊരു വെള്ളത്തിൻ്റെ സൗണ്ട്. മുകളിലൊക്കെ വെള്ളത്തിനുള്ള മല കാണുന്നുണ്ട്. ആ വെള്ളത്തിൻ്റെ സൗണ്ട് വെറുതെ അല്ല, ഇവിടെ വെള്ളം. വേറൊരു കാഴ്ച കാണിച്ചു തരട്ടെ. ഇവിടേക്ക് നല്ല മുകളിലൊക്കെയാണ് പോകുന്നു പറഞ്ഞിട്ട് മുകളിലൊക്കെ നല്ല കോടമഞ്ഞിങ്ങനെ കാണുന്നുണ്ട്. നടന്ന് അവസാനം എത്തി. കുട്ടികളും മുകളിൽ ഞങ്ങളെ കളിയാക്കുന്നുണ്ട്. നടന്നു അങ്ങനെ അവസാനം ഞങ്ങൾ റിസോർട്ട് കണ്ട്. എത്ര നടന്നിട്ടുണ്ടാവും ഏകദേശം? ഫുള്ള് മുഴുവൻ കയറ്റാതുകൊണ്ടറിയില്ല. ഇതെന്ത് ചോറ് തോർത്തിലെടുത്തിട്ട് കുളിക്കാൻ കിടക്കുന്നതാ? ഫുഡ് വരെ കഴിച്ചിട്ടാ. നാസറുസ്താ ക്ഷീണിച്ചാ? ഔക്കറുസ്താ. ഫൈനലി നമ്മൾ റിസോർട്ടിലെത്തി. റിസോർട്ടിൻ്റെ പേര് റിവർ ഹിൽ. പോയൻ്റെ സൗണ്ട് വെക്കുന്നുണ്ട്. റിവർ ആക്സസ് ഉണ്ടെന്നൊക്കെ അവർ ഇതിലുണ്ടായിരുന്നു. നമുക്കതെല്ലാം നോക്കാം അല്ലേ. ഗേറ്റ് തുറന്നിട്ട് ഞങ്ങളിതിൻ്റെ ഉള്ളിൽ കയറാണ്. ഇനി ഇവിടെ എന്തൊക്കെയുണ്ടെന്നൊക്കെ നമുക്ക് സമാധാനത്തിൽ കാണാം. ആ ഒരു പ്ലേ ഏരിയാന്ന് തോന്നുന്നു. ഒരു കീഞ്ഞിറക്കുന്ന സാധനം, ഊഞ്ഞാലും. ഇവിടെ ഹട്ടുകളുണ്ട്. ഹട്ടല്ല അല്ലേ, ചെറുതല്ലേ. ക്ഷീണിച്ചാ നടന്നിട്ട്? ക്ഷീണിച്ചാ? അപ്പൊ തിരിച്ചിറങ്ങ്. ആ നാളെ ഉണ്ടോ? ആ പോവാ. ഓക്കെ, ഒരു 10 മിനിറ്റ് ഇരിക്കും മക്കളെ. എന്തിനല്ലേ പോന്നെ? എന്താ ക്ഷീണിച്ചാ? ഞങ്ങൾ നടന്നു തന്നെ. ചെറിയൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. ഓ ഇതാ ചെറിയ സ്വിമ്മിംഗ് പൂൾ അല്ലേ? ക്ഷീണം മാറി നടന്നേ? ക്ഷീണം മാറി. നോക്കാം. എന്തോ ഒന്നുകൂടെ പറഞ്ഞ? ഓക്കെ നിക്കാ. പക്ഷെ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം കയറി ഇറങ്ങണം തായോളോ. വെറുതെ ഒരു രസത്തിന്. ബാക്കിൽ മഞ്ഞെല്ലാം ഉണ്ട്. ഓക്കെ നോക്കിക്കോ. കിഡ്സ് പ്ലേ ഏരിയയില് ചെറിയൊരു കുട്ടി കളിക്കുന്നുണ്ട്. സ്വിമ്മിംഗ് പൂൾ നിറഞ്ഞത്രല്ല, നിറയട്ടെ. നമുക്ക് അവിടെ ഒരു ഇതുണ്ട്, നമുക്ക് മുകളിൽ കയറി നോക്കാം. ഇങ്ങനെ കയറുമ്പോ ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് എന്താ ഇപ്പുറത്ത് തോന്നുന്നുണ്ടല്ലേ. ഏയ് നാസറുസ്സ റൂം സെറ്റ് ആക്കി അപ്പോഴേക്ക്? ആ ഒന്നും പറയണ്ട. ഇതെല്ലാം ഇവിടെ വ്യൂ നോക്കിയ. കുറെ നടന്നെങ്കിലും കുട്ടികളൊക്കെ സ്ഥലം കണ്ടിട്ട് എൻജോയ് ചെയ്യാണ്. നമുക്ക് നോക്കാം. എന്ത്
കപ്പടിച്ചാ എന്താ കപ്പടിച്ചാ? നമുക്ക് ഫസ്റ്റ് റൂം കണ്ടോക്കല്ലേ. എത്ര കൊറേ റൂം ഉണ്ടല്ലേ? എല്ലാരും സാധനം വെച്ച് റെഡി ആക്കിയാ അല്ലേ? ഇവിടെ ഒരു സോഫ ഉണ്ട്. ഇവിടെ നല്ല വ്യൂ. പാറയും പൂണ്ട മുകളിൽ നിർത്തിച്ചിട്ടുള്ള ബെഡ് എടുത്തു. ഓ ഈടെയാ ബാൽക്കണി. ഈ റൂമിന്റെ ബാൽക്കണി. നമ്മള് മുകളിലത്തെ റൂമിലേക്ക് വരാം. നമുക്ക് താഴെയുള്ള റൂമിലേക്ക് വരാം. അവിടെ ഒരു കിച്ചൺ ഉണ്ട്. ഈ റൂമിൽ കയറാം. നേരത്തെ ആ റൂമിലേക്ക് കയറുമ്പോൾ എല്ലാവരും ഒന്നാകെ വന്നിട്ട് സമാധാനത്തിൽ കാണാൻ പറ്റില്ല. നമുക്ക് ഈ റൂം സമാധാനത്തിൽ കാണാമല്ലോ. ഓ ഇതാണ് ഇവിടെയുള്ള ഇവിടുത്തെ റൂം. ഇവിടെ ബാൽക്കണി ഉണ്ടോ? യെസ്, ബാൽക്കണി ഉണ്ട്. ബാൽക്കണി എന്നുള്ള വ്യൂ. നല്ല കോടമഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി റൂം കേട്ടോ. എന്താ ഇവിടെയൊക്കെ ഗ്ലാസ്സാണ് ഉണ്ടോ. ബെഡ് നേരെ ഇത് ഓപ്പൺ ആക്കിയിട്ട് വ്യൂ പോയിൻ്റ് കണ്ട് കിടക്കുക. പിന്നെ ഇവിടെയുള്ള ഒരു സോഫയുണ്ട്. ഇവിടെ അലമാരയുണ്ട്. അതിൽ പതുപ്പും വിരിപ്പൊക്കെ ഉണ്ട്. ഇവിടെ നല്ല സോപ്പ്, ടവല്, പതുപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സിങ്ക് ഉണ്ട്. ബാത്റൂം ഉണ്ടല്ലോ. ബാത്റൂം നല്ലൊരു ബാത്റൂമുണ്ട്. നമുക്ക് വേറെ റൂം കൂടി കാണാം. ഇവിടെ മാൻ്റെ ശില്പങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ നല്ല അടിപൊളി ഒരു വഴിയുണ്ട്. ഇതിവിടെ നിന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു ഹോള്, സോഫയുണ്ട്. ഇതൊക്കെ നോക്കണ്ട. ഇത് കുട്ടികൾ അയച്ചിട്ട് അവിടെ എല്ലാവരും പോയി കുളിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സാധനങ്ങളാണ്. ഇത് നോക്കണ്ട. ഇവിടെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ടൊരു ബെഡ്റൂമുണ്ട്. ഇവിടെ പ്രത്യേകത എന്താ പറയുക, നേരെ ഇവിടെ നിന്ന് പുറത്തോട്ടുള്ളതാണ്. അവിടെ മലയിൽ മഞ്ഞൊക്കെ മൂടിയൊരു വ്യൂ കണ്ട് കിടക്കുക. കർട്ടനാണ്, ഇത് ഫിക്സഡ് ആണ്. പിന്നെ ഇവിടെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഇവിടെ നല്ല അടിപൊളി ബാത്റൂമുണ്ട്. ഇനി ഇതേപോലെ ഇങ്ങോട്ട് കയറുമ്പോൾ ഈ കയറി വരുന്ന വഴിയിൽ ഇവിടെയും ഒരു ബെഡ്റൂം സെയിം തന്നെ. ഇവിടുന്ന് രണ്ട് സൈഡും ഓപ്പണാണ്. ഓപ്പൺ വെച്ചാൽ ഗ്ലാസ് ഫിക്സഡ് ആണ് തോന്നുന്നുട്ടോ. പിന്നെ ഇവിടുത്തെ ബാൽക്കണി കോമൺ ആയിട്ടാണ്. ഇവിടെ നല്ല വ്യൂ നോക്കിയാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു വെള്ളം ഒഴുകുന്ന സൗണ്ട് നല്ലോണം കേൾക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഒരു വാട്ടർഫാളൊക്കെ ഉണ്ട്. ഒരു ചെറിയ പുഴയുണ്ട്. ഇവിടെ കുറച്ച് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ബെഡ്റൂം കാണുന്നുണ്ടോ? ബെഡ് ഇതിൻ്റെ മുകളിലോട്ടും ഉണ്ട്. നമുക്ക് ജസ്റ്റ് മുകളിൽ പോയി നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ മുകളിലോട്ടുണ്ട്. നമുക്ക് മുകളിൽ എന്താണെന്ന് പോയി നോക്കാം. മുകളിലൊരു ഡൈനിങ് ഏരിയ ആണ്. പ്രത്യേകിച്ചൊന്നുമില്ല. കെട്ടിയിട്ട് കവറാക്കിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയ അല്ല, ഓ ഇത് മറ്റേ ക്യാരം ഗെയിം ഏരിയ. ഇവിടെ നല്ലൊരു ഏരിയ ഉണ്ട്. ചെയറൊക്കെ ആയിട്ട് നല്ല പുല്ലൊക്കെ വെച്ചിട്ടുള്ളൊരു ഏരിയ. മുകളിൽ നമുക്ക് അവിടെ പോയി കുറച്ച് സമയം ഇരിക്കാം. ഞാൻ വന്നിട്ട് ഇരുന്നിട്ടേ ഇല്ല. എല്ലാവരും ഇരുന്ന് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുക. ഞാൻ വന്ന ഉടനെ റിസോർട്ട് മൊത്തത്തിലൊന്ന് കാണാൻ ഇറങ്ങിയതാണ്. കുറേ ആൾക്കാർ ട്രക്കിങ്ങിന് പോയി വരുന്നുണ്ട്. തണുത്തിട്ട് കൈ മടിങ്ങിയാ? എന്താ നമ്മളെ പറ്റിച്ച് പോയതാ. ഞാൻ 4 ആൾക്കാർക്കും വിളിച്ച് 4 ആൾക്കാർ ഫോട്ടോ എടുക്കുക. ഇല്ല, ഞങ്ങള് ഫുഡ് റെഡി ആക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് ഞങ്ങള് വരുമ്പോഴൊക്കെ ഓർല തിരിച്ചിറങ്ങുന്നുണ്ട്. ഒന്നുമില്ല, ഇപ്പൊ പോണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഓർമ്മിച്ചിറങ്ങിയ മോശമല്ലേ, നാണക്കേട്. സാധനം കാണുമ്പോലെ നമുക്ക് തമിഴ്നാട് റൈഡ് ഓർമ്മ വരും. 12 സ്റ്റിച്ച് ഉണ്ടായി കാലില്. വേക്കുന്ന വീണ. ഇങ്ങനെ ഈ ക്രോസിങ് ഉണ്ട്, വാട്ടർ ക്രോസിങ്. തണുക്കുന്ന് അട്ടുണ്ട് ഇഷ്ടം പോലെ. സ്ലിപ്പാന്ന്. പാമ്പാ കൊടുത്തു കുറേണ്ടാ. പാഞ്ഞ